തുടക്കം മുതലേ അതിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് അഷ്റഫ് വെങ്ങാട്ടൻ, സിദ്ദീഖ് തൂവൽ, എന്തിനാ ബസ്സിലെ യൂസഫ് ഹജരി, ഇവരൊക്കെയാണ് തുടക്കം മുതലേ ജയിലിൽ വന്ന് ഫസ്റ്റ് സന്ദർശിച്ച 2 വ്യക്തികളുണ്ട്. ഷക്കീബ് കൊളക്കാടനും നജീം കൊച്ചുകളും. അവരാണ് പുറത്ത് സ്പ്രെഡ് ചെയ്യുന്നത്. ആദ്യമായി ജയിലിൽ വന്ന 2 മലയാളികൾ. ജയിലിൽ ഒരു വർഷത്തിൻ്റെ ശേഷം വേറെ അത്ര പബ്ലിക് അറിയില്ല ഇങ്ങനെ 2 വ്യക്തികൾ ജയിലിൽ കിടക്കുന്നുണ്ട്. ഒരു പെരുന്നാൾ ദിവസം അവരെ വന്ന് ഷക്കീബ് മലയാള ന്യൂസിന് അറിയാതില്ല നജീം കൊച്ചുകലങ്ങൾ. അതിനുശേഷമാണ് നിങ്ങൾ ജയിലിൽ കിടക്കുന്ന പുറത്തറിയുന്നത്. ഇപ്പൊ അറിയുന്ന ഇങ്ങനെ 2 വ്യക്തി കൊലപാതക കേസിൽ പെട്ടിട്ടുണ്ട്. അതിനുശേഷം എംബസിയും പിന്നെ ഈ നിയമസഭാ കമ്മിറ്റികൾ അതിനുശേഷമാണ് ബന്ധപ്പെടുന്നത്. ഇപ്പൊ നിങ്ങൾ ജയിലിൽ പോകുന്നതിന് മുമ്പേ സ്ഥിരമായിട്ട് വീട്ടിലൊക്കെ വിളിക്കുന്നുണ്ടാവുമല്ലോ. പിന്നെ പെട്ടെന്നാണോ അവിടുന്ന് ഒരു വിവരം ഇല്ലാണ്ടായിപ്പോയത് നിങ്ങളെ? അതെ. അപ്പൊ ഇവിടുന്നൊക്കെ ആളുകൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ്? പിന്നീട് ഫോണിൽ ബന്ധപ്പെടാൻ 2 മാസം കഴിഞ്ഞു വീട്ടിൽ വിളിക്കണം. അവിടെ പിടിച്ച ഉടനെ ഫോൺ ബന്ധമൊക്കെ പോയി. അപ്പൊ ഇവിടെയുള്ള ആളുകൾക്ക് എങ്ങനെ മനസ്സിലായി നിങ്ങൾ ജയിലിലുള്ളതെന്ന്? എനിക്കറിഞ്ഞൂടാ. 24-ാമത്തെ വയസ്സിലാണ് ഗൾഫിൽ പോകുന്നത്. അന്നൊക്കെ എന്തായിരുന്നു പ്രതീക്ഷ ഉണ്ടായിരുന്ന? പോയിട്ട് ഒരുപാട് സ്വപ്നമായിട്ടാണ് കയറി പോയത്. സ്വപ്നമെല്ലാം അണഞ്ഞു. ഇനി പുതിയ സ്വപ്നം ഇനി ഉണ്ടാക്കണം. എന്തൊക്കെയാണ് മനസ്സിൽ പ്ലാനുള്ളത്? കുടുംബക്കാരെല്ലാവരും ഉണ്ട്, സുഹൃത്തുക്കളുണ്ട്. എല്ലാവരുമായി കൂടിയിരുന്ന് ആലോചിച്ച് ഭാവി പരിപാടികൾ തീരുമാനിക്കണം. ഉമ്മയൊക്കെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ ആദ്യഘട്ടത്തിൽ വന്നപാട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ വലിയ സങ്കടം ഉണ്ടായിരുന്നോ? ഇല്ല, വളരെ സിറ്റുവേഷൻ മോശമായിട്ടൊരു ജയിലിലെ അന്തരീക്ഷമാണ്. നമ്മളെ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വിലങ്ങ് വെക്കും, കയ്യിലും കാലിലും വിലങ്ങ് വെച്ച്. ആ ഒരു രൂപത്തിൽ എനിക്ക് ഉമ്മനെ കാണാനുള്ളൊരു വിസമ്മതം വളരെ വിഷമിച്ചു. അടുത്ത ദിവസം പിന്നെ എംബസി ഉദ്യോഗസ്ഥരും ഈ സിദ്ദീഖ് തൂവൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജയിലിൽ വന്ന ഓഫീസർമാരെ കണ്ടു, കുറച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി, കുറച്ച് ഇളവ് നൽകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ എന്തൊരു സാധാരണ തോന്നിയ കാരണം കയ്യിലുള്ള വിലങ്ങ് മാത്രം അയച്ചെന്ന് ഉമ്മനെ കാണുമ്പോൾ കാലിൽ വിലങ്ങുണ്ട്. 1 മണിക്കൂർ കാണാനുള്ള സൗകര്യം അവർ ഒരുക്കി തന്നു. അവര് നിങ്ങളെ കൂട്ടി റൂമിലേക്ക് കൊണ്ടുവന്നാണോ എങ്ങനെയാണോ? അല്ല, റൂം സെപ്പറേറ്റ് ഇല്ല. അവർ പോലീസുകാരൊരു ഇതുപോലത്തെ റൂമുണ്ട്. അവർ പോലീസുകാരെ എടുത്ത് കാലിൽ ചങ്ങല 1 മണിക്കൂർ ഇരുന്ന് സംസാരിക്കാൻ അവസരം. നേരത്തെ